blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷപ്പെട്ട കാര്യങ്ങളിലേക്ക്, സന്ദേശങ്ങളിലേക്കും അനുഭവ സാക്ഷ്യങ്ങളിലേക്കും ഒക്കെ പോകുന്നതിന് മുൻപായിട്ട് ഇന്ന് നമുക്ക് 2 സാമ്പത്തിക സഹകാരികളാണുള്ളത്. ആരൊക്കെയാണെന്ന് അറിയണ്ടേ? ഒന്ന്, മണിപ്പൂരിൽ നിന്ന് ബിന്ദു മോഹൻ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ബിന്ദു മോഹന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കൾ ഐശ്വര്യയ്ക്ക് വേണ്ടി, അശ്വതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ പഠനത്തിൽ അവർ മികവുള്ളവരായി തീരട്ടെ, നല്ല മാർക്ക് സ്കോർ ചെയ്യട്ടെ, പരീക്ഷകളിൽ ഉന്നത വിജയമുണ്ടാകട്ടെ, സ്വന്തമായൊരു ഭവനം അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അടുത്തതായിട്ട് മറ്റൊരു വ്യക്തി കൂടിയുണ്ട്. കുംഭകോണത്തിൽ നിന്ന് ഡോക്ടർ ജോർജ് തോമസ്. ഇദ്ദേഹത്തിൻ്റെ കൊച്ചുമകൾ കാരലിൻ്റെ ബർത്ത്ഡേ നാളെയാണ്. സോ ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്. അപ്പോൾ തന്നെ നമ്മൾ ഒരുമിച്ച് ആ കുടുംബത്തിൽ ഏൽപ്പിച്ചിട്ടുള്ള ചില പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്, അതിനു വേണ്ടി കൂടെ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കാരലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. തന്നെ അനുഗ്രഹിക്കണമേ, എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കൊടുക്കണമേ. മറ്റൊരു കൊച്ചുമകൾ എലിസബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങൾ കൊടുക്കണമേ, ആരോഗ്യം കൊടുക്കണമേ കർത്താവേ. ഏറ്റവും ഇളയ മകൾ മെറിനു വേണ്ടി, തൻ്റെ ഭർത്താവ് മാർക്കോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ അനുഭവത്തിലേക്ക് അവർ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രവർത്തിച്ചതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പിറകിൽ ഒരു അനുഗ്രഹമായി പ്രവർത്തിച്ചതിന് ഈ 2 വ്യക്തികളോടും കുടുംബാംഗങ്ങളോടുമുള്ള പ്രത്യേകമായ നന്ദി ബ്ലെസ്സിങ് ടുഡേയുടെ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് ഈ വരുന്ന ദിവസങ്ങളിൽ അധികമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അടിമാലി ഫെബ്രുവരി 24 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. പഞ്ചായത്ത് ടൗൺ ഹാൾ, അടിമാലി. When Jesus came under that tree, he looked up and called, Zacchaeus, come down. യേശു കർത്താവ് ആ മരത്തിന്റെ അടുക്കലെത്തി അവൻ മുകളിലേക്ക് നോക്കി ഇപ്രകാരം വിളിച്ചു, സക്കായിയെ വേഗം ഇറങ്ങി വരിക. Hallelujah. Hallelujah. He knows every name. എല്ലാ പേരുകളും യേശു കർത്താവിന് അറിയാം. He knows your addresses. നിന്റെ മേൽവിലാസം അവന് He തിരിച്ചറിയാം. knows your father's name and mother's name. നിന്റെ അപ്പന്റെയും അമ്മയുടെയും പേര് അവന് തിരിച്ചറിയാം. He knows all minute details. എന്നെ കുറിച്ചുള്ള സകല വിവരങ്ങളും അവന് വ്യക്തമായി തിരിച്ചറിവുണ്ട്. Hallelujah to Jesus. ഹല്ലേലൂയ പറയാമോ? Verse number 6 says, so he came down at once and welcomed him gladly. 6-ാം വചനം പറയുന്നു, അയാൾ ഉടനെ തന്നെ ഇറങ്ങി വന്ന് അദ്ദേഹത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചു. So remember one thing, he just wanted to see Jesus. അവന് യേശുവിനെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടാൽ മാത്രം മതിയായിരുന്നു. But Jesus offered one more thing, I'm going to stay with you tonight. എന്നാൽ യേശു കർത്താവ് അവന് കൊടുത്ത വാഗ്ദാനം എന്ന് പറയുന്നത്, ഞാൻ നിന്നെ കാണുക മാത്രമല്ല, നിന്റെ കുടുംബത്തിൽ വന്ന് താമസിക്കാൻ പോവുകയാണ്. Hallelujah. Hallelujah. He said, I'm going to stay with you tonight. യേശു പറഞ്ഞു, ഞാൻ നിന്നോട് കൂടി ഇന്ന് രാത്രി താമസിക്കാൻ പോവുകയാണ്. One day full he had the chance to look at Jesus. ഒരു ദിവസം മുഴുവൻ യേശുവിനെ നോക്കിയിരിക്കാനുള്ള ഒരു ഭാഗ്യമാണ് സക്കായിക്ക് ലഭിച്ചത്. He wanted to see Jesus for just a minute. ഒരു നിമിഷം മാത്രമായിരുന്നു ഒന്ന് കാണണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. But God will fulfill our desires more than we imagine or ask. എന്നാൽ നാം ചിന്തിക്കുന്നതിനേക്കാളും നാം ചോദിക്കുന്നതിനേക്കാളും ഉയർന്ന തലത്തിലേക്ക് എൻ്റെ ആഗ്രഹത്തെ മാനിക്കുന്നവനാണ് എൻ്റെ ദൈവം. Hallelujah. Hallelujah. If you pray something today, നിങ്ങൾ ഇന്ന് ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ God will not answer it exactly as you expect. നിങ്ങൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് അത് തന്നെ കർത്താവ് നിങ്ങൾക്ക് ഉത്തരമായി തരില്ല. But he will give you beyond that. എന്നാൽ നീ ചോദിക്കുന്നതിനേക്കാളും വലുത് നിനക്ക് തരുവാൻ അവൻ ആഗ്രഹിക്കുന്നു. Zacchaeus wanted just to see him. സക്കായിക്ക് അവനെ ഒരു നിമിഷത്തേക്ക് ഒന്ന് കണ്ടാൽ മാത്രം മതിയായിരുന്നു. No, I'm going to stay with you. യേശു കർത്താവ് പറഞ്ഞു, ഇല്ല, ഞാൻ ഒരു നിമിഷത്തേക്കല്ല, നിന്നോട് കൂടെ താമസിക്കാൻ പോവുകയാണ്. We are going to have a lot of conversations. നമുക്ക് ഒത്തിരി സംസാരിക്കാനുണ്ട്. And we are going to eat together. നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം. And one day I'm going to spend with you. ഒരു ദിവസം ഞാൻ നീയുമായി ചെലവഴിക്കാൻ തീരുമാനിക്കുകയാണ്. Today Jesus is not offering this to us.
എന്നാൽ ഇങ്ങനെ ഒരു കാര്യം അല്ല യേശു കർത്താവ് ഇന്ന് നമ്മളോട് പറയുന്നത്. Today Jesus says, I'm going to live with you forever. ഇന്ന് കർത്താവ് നമ്മളോട് പറയുന്നൊരു കാര്യം, നിന്റെ ജീവിതകാലം മുഴുവൻ നിന്നോടുകൂടെ ചേർന്ന് നടക്കുവാൻ ഞാൻ വരികയാണെന്നുള്ളത്. One day, as long as you live, I'm going to live with you. ഒരു ദിവസം നിന്നോട് കൂടെയല്ല, നിന്റെ ആയുസ് മുഴുവൻ നിന്നോട് ചേർന്ന് നടക്കുവാൻ വരികയാണ് എന്ന് യേശു കർത്താവ് പറയുകയാണ്. Hallelujah. ഹല്ലേലൂയ. The Lord, one more clap offering. ഒരിക്കൽ കൂടെ എല്ലാവരും കൈകൾ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാലും. ഏതൊരു നദിയുടെയും തുടക്കം ഒരു കൊച്ചു ഉറവയിൽ നിന്നായിരിക്കും. ഒരു കൊച്ചുറവ, ഒട്ടും വീതിയൊന്നും കാണത്തില്ല, കൊച്ചുറവ. ആ ഒരു ഉറവയിൽ നിന്ന് തുടങ്ങി അത് പിന്നീട് ഒരു നദിയായിത്തീരുന്നു. ഇങ്ങനെ പല ഉറവയിൽ നിന്ന് ഉത്ഭവിക്കപ്പെട്ട നദികൾ പലതും കൂടിച്ചേർന്ന് ഒരു മഹാസാഗരമായിത്തീരുന്നു. ഇതാണ് നമുക്കറിയാവുന്ന കാര്യം. ഇതുപോലെ തന്നെ 6 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊച്ചു ഉറവയായിട്ട് തുടങ്ങിയ ഒരു ശുശ്രൂഷയാണ് ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം എന്നുള്ളത്. ഇന്നിപ്പോൾ ബ്ലെസ്സിങ് ടുഡേക്ക് മറ്റ് പല മേഖലകൾ കൂടെയുണ്ട്. ഈ പല മേഖലകളിലും പ്രവർത്തിക്കുവാൻ വേണ്ടി സന്നദ്ധതയുള്ള പങ്കാളികളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. പ്രാർത്ഥനയിൽ പ്രവർത്തിക്കുവാൻ, സാമ്പത്തികമായി പ്രവർത്തിക്കുവാൻ, മറ്റ് പല മേഖലകളിൽ പ്രവർത്തിക്കുവാനുള്ള വ്യക്തികളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങൾക്കതിന് സാധിക്കുമെങ്കിൽ, അതിനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് 0484422133 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ അയക്കുക. ഞങ്ങളുടെ ശുശ്രൂഷകന്മാർ നിങ്ങളുടെ നമ്പറിലേക്ക് തിരികെ വിളിക്കുന്നതായിരിക്കും. ആ സമയത്ത് ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് എന്നുള്ള അവരുമായിട്ട് പങ്കുവെക്കുക. ഈ വർഷങ്ങളിൽ നമുക്ക് ബ്ലെസ്സിങ് ടുഡേയോടൊപ്പം യേശു കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. Number 6. 6-ാം വചനം. So he came down at once and welcomed him gladly. All the people saw this and began to mutter, he has gone to be the guest of a sinner. 6-ാം വചനം. അയാൾ ഉടനെ തന്നെ ഇറങ്ങി വന്ന് അദ്ദേഹത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചു. 7 ജനങ്ങളെല്ലാവരും ഇത് കണ്ട് അദ്ദേഹം ഒരു പാപിയുടെ അതിഥിയാകുവാൻ പോയിരിക്കുന്നുവെന്ന് പിറുപിറുത്തു. All the people were around and Jesus called Zacchaeus, come down, I'm going to stay with you. ഒരു വലിയൊരു പുരുഷാരം മുഴുവൻ യേശുവിന്റെ ചുറ്റുമുണ്ട്. പക്ഷേ സക്കായി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വിളിച്ചിട്ട് അവനോടുകൂടെ താമസിക്കാൻ തീരുമാനിക്കുന്നു. People did not like it. അത് ഈ ആളുകൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. Because he was a tax collector and all tax collectors were counted as sinners. അവൻ ഒരു ചുങ്കക്കാരിൽ പ്രധാനിയായിരുന്നു. ഈ ചുങ്കം പിരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവരെ കുറിച്ച് പറയുന്നവർ ഒത്തിരി വലിയ പാപികളാണെന്നാണ് ജനം പറഞ്ഞുകൊണ്ടിരുന്നത്. So they all understood one thing, Jesus has no discernment, he is a bad sinner and he has gone to be the guest of a sinner. യേശു കർത്താവിനെ കുറിച്ച് ആളുകൾ ഇങ്ങനെ പറഞ്ഞു, അവന് വിവേചനപരമില്ല, തിരിച്ചറിയാനുള്ള കഴിവില്ല, ഇത്രയും വലിയൊരു പാപിയോട് കൂടെ അവൻ താമസിക്കാൻ തീരുമാനിച്ചല്ലോ. Sometimes when Jesus bless you, other people may not like it. ചിലപ്പോൾ യേശു കർത്താവ് നിന്നെ അനുഗ്രഹിക്കും, മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. That doesn't matter. അതൊരു പ്രശ്നമല്ല. Jesus has decided to bless you. യേശു കർത്താവിനെ നിന്നെ അനുഗ്രഹിക്കാൻ താല്പര്യമുണ്ട്. To bless you, Jesus never looks for any recommendation. മറ്റാരുടെയും പരിഗണനയും പിന്തുണയും ഇല്ലാതെ നിന്നെ അനുഗ്രഹിക്കാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. Because you have a direct connection with him. കാരണം നീയുമായിട്ട് അവനൊരു നേരിട്ടുള്ളൊരു ബന്ധമുള്ളതുകൊണ്ട്. How many of you want to have a direct connection with Jesus today? എത്ര പേർക്ക് യേശുവുമായിട്ട് നേരിട്ടൊരു ബന്ധത്തിന് താല്പര്യമുണ്ട്? How many of you have? എത്ര പേർക്ക് താല്പര്യമുണ്ട്? എത്ര പേർക്കുണ്ട്? Hallelujah. Some people think that if I pray, he will not listen to me. ഒത്തിരി ആളുകൾ ഇങ്ങനെയാ ചിന്തിക്കുന്നത്, ഞാൻ പ്രാർത്ഥിച്ചാൽ യേശു കർത്താവ് പ്രാർത്ഥന കേൾക്കില്ല. But brother Sajit Kumar is an anointed man of God. ബ്രദർ സജിത്ത് ഒരു അഭിഷിക്തനായ മനുഷ്യനാണ്. So if I ask him, he will speak for me. അദ്ദേഹത്തോട് പറഞ്ഞാൽ അദ്ദേഹം എനിക്ക് പകരമായി ദൈവത്തോട് പറയും. So I am going to go through him to Jesus. ഞാൻ ആ വ്യക്തിയിലൂടെ ഞാൻ കർത്താവിന്റെ അടുത്തേക്ക് എത്തും. Of course we can pray for each other. നമുക്ക് തീർച്ചയായിട്ടും പരസ്പരം പ്രാർത്ഥിക്കാൻ കഴിയും. But Jesus says all of us, we should have a direct connection with Jesus. എന്നാൽ യേശു കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, നമുക്ക് ഓരോരുത്തർക്കും യേശു കർത്താവുമായി വ്യക്തിപരമായ ബന്ധമുണ്ടായിരിക്കണം. Hallelujah. ഹല്ലേലൂയ. No need of any care of. വേറൊരാളുടെ പരിഗണനയിൽ നിങ്ങൾ യേശുവിന്റെ അടുത്ത് ചെല്ലേണ്ടതില്ല. You can directly speak to him. നിങ്ങൾക്ക് നേരിട്ട് യേശുവിനോട് സംസാരിക്കാം. Because Jesus came to seek you and to save you. യേശു കർത്താവ് നിന്നെ തിരഞ്ഞ് രക്ഷിക്കാൻ വന്നവനാണ്. You are a VVIP before Jesus. നിങ്ങൾ കർത്താവിന്റെ മുൻപിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. Hallelujah. ഹല്ലേലൂയ. You may be thinking that you are a sinner.
നിങ്ങൾ ചിന്തിക്കുന്നത് ഞാനൊരു പാപിയാണ്, You may be thinking that you are unworthy. ഞാനൊരു യോഗ്യനായ വ്യക്തിയല്ല എന്ന് ചിന്തിക്കും. That may be correct. അതൊരു പക്ഷെ ശരിയായിരിക്കാം. Jesus came for such people to die for them. എന്നാൽ അങ്ങനെയുള്ള ആളുകളെ തെരഞ്ഞുപിടിച്ച് അവർക്ക് വേണ്ടി ജീവൻ കൊടുക്കാനാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. What was Zacchaeus' response? എന്തായിരുന്നു സക്കായിയുടെ പ്രതികരണം? He said, verse number 8, but Zacchaeus stood up and said to the Lord, Look, Lord, here and now I give half of my possessions to the poor, and if I have cheated anybody out of anything, I will pay back 4 times the amount. എന്നാൽ സക്കായി ഇങ്ങനെ പ്രതികരിച്ചു. 8-ാം വചനം, എന്നാൽ സക്കായി യേശുവിനോട് പറഞ്ഞു, കർത്താവേ, ഇതാ ഇപ്പോൾ തന്നെ എൻ്റെ സമ്പാദ്യത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ഞാൻ ആരോടെങ്കിലും ചതിവിൽ വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി ഞാൻ തിരിച്ചു കൊടുത്തുകൊള്ളാം. That means these are the fruits of repentance. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, മാനസാന്തരത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളാണ്. Look here, please. ദയവായി എന്നെ ശ്രദ്ധിച്ചാലും. Brothers and sisters, look here. സഹോദരി സഹോദരന്മാരെ ദയവായി ശ്രദ്ധിച്ചാലും. Without a repentant heart, we cannot come closer to Jesus. മാനസാന്തരപ്പെടുന്ന ഒരു ഹൃദയമില്ലാതെ യേശുവിൻ്റെ അരികിലേക്ക് വരുവാൻ നമുക്ക് കഴിയുകയില്ല. Hallelujah. ഹല്ലേലൂയ. If you want to have a direct connection with Jesus, number one, we have to repent. നിങ്ങൾക്ക് യേശു കർത്താവുമായ ഒരു ആഴമേറിയ ബന്ധമുണ്ടായിരിക്കണമെങ്കിൽ ഒന്ന്, നിങ്ങൾ മാനസാന്തരപ്പെടണം. Prophet Isaiah says, it is the wickedness that we have, it is the sin that we have in our life that separates us from God. യെശയ്യാ പ്രവചനത്തിൽ യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന പാപങ്ങളാണ് ദൈവത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുന്നത്. Hallelujah. ഹല്ലേലൂയ. We have to take away all the sins from our lives through repentance. മാനസാന്തരത്തിലൂടെ എൻ്റെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളെയും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മാറ്റേണ്ടതായിട്ട് ആവശ്യമുണ്ട്. Verse number 9, Jesus said to him, today salvation has come to this house because of this man too is a son of Abraham. അവിടെ 9-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു, യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. When Jesus comes, salvation comes. യേശു കർത്താവ് വരുമ്പോൾ രക്ഷയും കൂടെ വരുന്നു. When Jesus comes, healing comes. യേശു വരുമ്പോൾ സൗഖ്യം വരുന്നു. When Jesus comes, wealth comes, riches comes, blessings comes, everything comes. യേശു വരുമ്പോൾ ധനം വരുന്നു, ഐശ്വര്യം വരുന്നു, സകലവും നിങ്ങളെ തേടി വരുന്നു. Hallelujah. ഹല്ലേലൂയ. So Jesus is the key. യേശുവാണ് താക്കോൽ. Hallelujah. Hallelujah. When you have Jesus as a key, you can open any door. യേശു എന്ന താക്കോൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഏത് വാതിലും നിങ്ങൾക്ക് തുറക്കുവാൻ സാധിക്കും. Hallelujah. ഹല്ലേലൂയ. ഇവരുടെ പിതാവിൻ്റെ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവരോട് നിൽക്കുന്നത്. പിതാവിൻ്റെ പേര് എബ്രഹാം. തനിക്ക് ഏകദേശം 65ഓളം വയസ്സുണ്ട്. ഈ 2016 ജനുവരി മാസം കടുത്ത ശ്വാസം മുട്ടിനെ തുടർന്ന് ഇവരുടെ പിതാവിനെ ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞപ്പം അവിടെ ചെക്കപ്പിനിടയിൽ തൻ്റെ ഹീമോഗ്ലോബിൻ കൗണ്ട് ഭയങ്കരമായിട്ട് കുറയുന്നതായിട്ട് കണ്ടുപിടിച്ചു. അതിനെ തുടർന്നുള്ള ടെസ്റ്റുകൾ നടത്തിയപ്പോഴാണ് തനിക്ക് സ്റ്റൊമക്ക് ക്യാൻസർ ആണ് എന്ന് കണ്ടുപിടിച്ചത്. ഒരു ക്യാൻസർ കണ്ടുപിടിച്ചു. അപ്പോൾ ഡോക്ടേഴ്സ് ആദ്യം പറഞ്ഞിരുന്നു അത് ഫസ്റ്റ് സ്റ്റേജാണ് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പം അതിൻ്റെ രീതിയിലുള്ള കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റും എല്ലാം ചെയ്തു. അവർ ഒരു സർജറി ചെയ്ത് ഏകദേശം ജൂലൈ മാസം ആയപ്പോഴേക്കും തൻ്റെ വയറ്റിൽ നിന്ന് ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ഫ്ലൂയിഡ്, ഒരു ആസിഡ് പോലത്തെ ഒരു ഫ്ലൂയിഡ് പുറത്തേക്ക് ഒഴുകുവാനായിട്ട് തുടങ്ങി. എനിക്ക് ആ ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ ഓരോ മണിക്കൂറിലും ഇടവിടാതെ അത് കഠിനമായ തോതിൽ അത് വരാൻ തുടങ്ങി. അത് മാത്രമല്ല തൻ്റെ ഈ ചെസ്റ്റിൻ്റെ ഈ ഭാഗം മുഴുവൻ ബേൺ ചെയ്ത് പൊള്ളിപ്പോകുന്ന പോലെയുള്ള ഒരു രീതിയിലാണ് അത് പുറത്തേക്ക് വന്നിരുന്നത്. ഡോക്ടേഴ്സ് ആ സമയങ്ങളിൽ ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് ഈ ക്യാൻസറിൻ്റെ 4th സ്റ്റേജാണ്, ഫൈനൽ സ്റ്റേജാണ്, എല്ലാവരെയും അറിയിച്ചോളാനായിട്ട് ഇവരോട് പറഞ്ഞു. അതായത് ഈ പിതാവിന് ഇനി ജീവിതം ഒത്തിരി കാലമില്ല, ഫൈനൽ സ്റ്റേജാണ് എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. ആരംഭമാണെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ഒരു സംഭവം ആയപ്പോൾ അവർക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫർദറായിട്ട് എന്ത് ചെയ്യണമെന്നൊന്നും അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അത് മാത്രമല്ല അവർക്ക് അതിന് ഏതാണ് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഒന്നും ഇവർക്ക് അത് എന്തുകൊണ്ടാണ് വരുന്നത്, എവിടെ നിന്നാണെന്നൊന്നും ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. 4th സ്റ്റേജാണ്, എല്ലാവരെയും അറിയിച്ചോളാനായിട്ട് പറയുന്ന സമയത്ത് ഇവർ പറയുന്നത് ഇവരുടെ അമ്മ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാം കാണുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ജൂലൈ മാസം 3-ാം തീയതി
തിരുവല്ലയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് ഇവർ ഹോസ്പിറ്റലിൽ പോകേണ്ട ആ സമയത്തിന് അതേ സമയം തന്നെ ഇവർ നമ്മുടെ ആ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വന്ന് പങ്കെടുത്തു. തിരുവല്ല ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വന്ന് പങ്കെടുത്തു. ആ സമയത്ത് ഡോക്ടേഴ്സ് ലാസ്റ്റ് സ്റ്റേജാണ്, ഇനി ഹോപ്പൊന്നുമില്ല, ഈ ഫ്ലൂയിഡ് ഇങ്ങനെ ഓരോ മണിക്കൂർ ഇടവിട്ട് ഇങ്ങനെ വന്ന് അത് ഭയങ്കരമായിട്ട് ദേഹം മുഴുവൻ ഇങ്ങനെ പൊള്ളുന്ന ഒരവസ്ഥയിലായിരുന്നു എൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇവർ പറയുന്നത് ഇവർ ആ മീറ്റിങ്ങിൽ വന്ന് ആളുകളുടെ ഇടയിൽ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ ഡാമിയൻ അന്ന് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ക്യാൻസർ രോഗികളെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞ് ബ്രദർ ഡാമിയൻ പ്രാർത്ഥിച്ചു. ഈ മക്കള് പറയുന്നത് ബ്രദർ ഡാമിയനോട് കൂടെ ചേർന്ന് ഈ മക്കളും ചേർന്ന് വിശ്വാസത്തോടെ അത് പ്രഖ്യാപിച്ച് അവരെ സ്വീകരിച്ച് പ്രാർത്ഥിച്ചു. ഇവർ പറയുന്നത് ഇവർ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു ചെന്നു. ഇവർ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ഇവർ പറയുന്നത് തലേ ദിവസം വരെ ഓരോ മണിക്കൂർ ഇടവിട്ട് ഇങ്ങനെ ആ ഒരു ആസിഡ് ആ ഫ്ലൂയിഡ് ഇങ്ങനെ വരുമായിരുന്നെങ്കിൽ അന്ന് മുതൽ അത് കുറഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അത് പൂർണ്ണമായും മാറി. അത് മാറിയെന്ന് മാത്രമല്ല, അതിനെ തുടർന്ന് ഈ ആ ഒരു ഫ്ലൂയിഡൊക്കെ പോകാൻ ആരംഭിച്ച് സമയം തുടങ്ങി ഈ പപ്പ ഭയങ്കരമായിട്ട് വണ്ണം കുറഞ്ഞ് എല്ലുപോലെയായി എന്ന് ഇവർ പറയുന്നത്. ഈ ഫ്ലൂയിഡ് എല്ലാം മാറി ഇവരിന്ന് പറയുന്നത് ആ പപ്പയുടെ അസുഖം പൂർണ്ണമായിട്ടും മാറി. അതായത് 4ാമത്തെ സ്റ്റേജാണ്. ഒരു പ്രത്യാശയും ഇല്ല എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയപ്പോൾ അവരൊറ്റ പ്രാർത്ഥനയിലൂടെ കർത്താവ് അവരുടെ പിതാവിനെ തൊട്ടു. ആ രോഗം പൂർണ്ണമായിട്ടും സൗഖ്യമായി. എന്ന് പറയുന്നത് താൻ വണ്ണമെല്ലാം വെച്ച് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി താൻ നിൽക്കുന്നു. ഭയങ്കര വലിയ അത്ഭുതമാണ് അവരുടെ പിതാവിന് വേണ്ടി കർത്താവ് ചെയ്തത്. നോക്കൂ, അങ്ങനെ ഒരു സിങ്കിങ് സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഒരു മരണാസന്നമായ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോയിടത്തുനിന്നാണ് ദൈവം അദ്ദേഹത്തെ, ഹല്ലേലൂയ, മരണപാശങ്ങൾ എന്നെ ചുറ്റി, പക്ഷേ അത് എന്നെ മുറുക്കിയില്ല, അതെന്നെ പിടികൂടിയില്ല, അതിനകത്തേക്ക് ഞാൻ ഉൾപ്പെട്ടില്ല എന്ന് ദാവീദ് പറയുന്ന പോലെ ഇതൊക്കെ പിടികൂടിയെങ്കിലും അതിനകത്ത് കയറിപ്പോകാത്ത വിധത്തിൽ അവരുടെ പിതാവിനെ കർത്താവ് രക്ഷിച്ചിരിക്കാൻ. കൈകളടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഇന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും ഇതുപോലെ ഒരു പക്ഷേ വീടുകളിൽ ഇതുപോലെ ഏതെങ്കിലും ക്യാൻസർ പേഷ്യൻസ് ഉണ്ടെങ്കിൽ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, യേശു കർത്താവിന് ഇതുപോലെ അവൻ്റെ കൈകൾ നീട്ടി നിങ്ങളെ സൗഖ്യമാക്കാൻ സാധിക്കും. ഒരു നിമിഷം കൈകൾ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവെ, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അത്തരത്തിലുള്ള ഓരോ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാകട്ടെ കർത്താവെ. ആ വ്യക്തികൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൗഖ്യമാകട്ടെ, അത്ഭുതകരമായ സൗഖ്യം കർത്താവ് ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് വിടുവിച്ചതിനായി നന്ദി പറയുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ വീണ്ടും ബ്ലെസ്സിങ് ടുഡേ ഒരുക്കുന്ന ഹോളി ലാൻഡ് ടൂർ ഈ മെയ് മാസം 8-ാം തീയതി മുതൽ 17-ാം തീയതി വരെ 10 ദിവസമായിട്ട് നടത്തുന്ന ആ ടൂർ പ്രോഗ്രാമിനെ കുറിച്ചാണ് വീണ്ടും ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് വന്നിരിക്കുന്നത്. 10 ദിവസം എന്താണ് സംഭവിക്കുന്നത്, ഓരോ സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള പഠനങ്ങൾ, ബൈബിൾ പഠനയാത്ര. പഴയ നിയമത്തിൽ ആ സ്ഥലത്തെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു, പുതിയ നിയമത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ആ സ്ഥലത്തെക്കുറിച്ചുള്ള ആത്മീകമായ അർത്ഥം എന്താണ്, യേശു കർത്താവ് ഈ പ്രവൃത്തി എന്തുകൊണ്ടാണ് അവിടെ ചെയ്തത്, മറ്റൊരു സ്ഥലത്ത് ചെയ്യാതിരുന്നത്, തുടങ്ങിയ വിശദ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ബൈബിൾ പഠന ക്ലാസ്സുകളാണ് ഈ 10 ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ 10 ദിവസം കൊണ്ട് പുതിയ നിയമം നിങ്ങളുടെ മുൻപിൽ എന്താ പറയുക, ജീവിക്കുന്ന ഒരു കാര്യമായിട്ട് നിങ്ങളുടെ മുൻപിൽ അത് തെളിഞ്ഞു വരുവാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് സാധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും 4 രാജ്യങ്ങളിലാണ് ഈ 10 ദിവസം കൊണ്ട് നാം കറങ്ങുവാനായിട്ട് പോകുന്നത്. ഇസ്രായേൽ, ഈജിപ്റ്റ്, ജോർഡാൻ ആൻഡ് പാലസ്റ്റീൻ, ഈ 4 രാജ്യങ്ങളിലേക്കുള്ള ഈ മനോഹരമായിട്ടുള്ള ഈ യാത്രയിലേക്ക് ഞാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായി ക്ഷണിക്കുന്നു. നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. നിങ്ങളുടെ സീറ്റുകൾ വേഗത്തിൽ ബുക്ക് ചെയ്യുവാനായിട്ട് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് വിശുദ്ധ നാട്ടിൽ മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ അല്ലെങ്കിൽ രൂപാന്തരമല, മറുരൂപമല, താബോർ മല എന്നൊക്കെ അറിയപ്പെടുന്ന മലയുടെ മുകളിലാണ്. ഈ മലമുകളിൽ വെച്ചാണ് യേശു കർത്താവ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നീ 3 ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ച് താൻ രൂപാന്തരപ്പെട്ടത്. അവരെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യേശുവിൻ്റെ മുഖം സൂര്യനേക്കാൾ കവിഞ്ഞ ഒരു പ്രകാശത്തിൽ ശോഭിക്കാൻ തുടങ്ങി. ഈ മലമുകളിൽ സൂര്യൻ അന്ന് കത്തിജ്വലിക്കുന്നുണ്ടായിരിക്കാം, എന്നാൽ ആ സൂര്യനെ സൃഷ്ടിച്ച യേശു കർത്താവ് അതിനേക്കാൾ പ്രകാശമുള്ളവനായി ശോഭിക്കാൻ തുടങ്ങി.
അവൻ്റെ വസ്ത്രം ഭൂമിയിൽ ഒരു ധോബിക്കും ഒരു അലക്കുകാരനും ഡ്രൈ ക്ലീനേഴ്സിനും ഒന്നും വെളുപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ അവൻ്റെ വസ്ത്രം പ്രകാശിക്കാൻ തുടങ്ങി. ഞാൻ സാധാരണ പറയാറുണ്ട്, യേശു തൻ്റെ ട്രൂ കളർ തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുകയായിരുന്നു. ഇതിനപ്പുറത്ത് സെസറിയ ഫിലിപ്പി അല്ലെങ്കിൽ ഇന്നത്തെ ഗോലാൻ ഹൈറ്റ്സ്, അവിടെയാണ് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ ചോദിച്ചു, ജനങ്ങൾ എന്നെക്കുറിച്ച് എന്തു പറയുന്നു? ഉടൻ തന്നെ അവർ പറഞ്ഞു, ചിലർ പറയുന്നു മനുഷ്യപുത്രൻ, ചിലർ പറയുന്നു നീ ഏലിയാവാണ്, ചിലർ പറയുന്നു നീ ഇരമ്യാവാണ്, അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരാളായിരിക്കാം, അല്ലെങ്കിൽ സ്നാപക യോഹന്നാൻ ഉയർത്തെഴുന്നേറ്റ് വന്നതായിരിക്കാം. എന്നാൽ യേശു നിങ്ങളെന്താ പറയുന്നത്? ഉടനെ പത്രോസ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. ഈ സംഭാഷണം നടന്ന ശേഷം ഒരു ഏകദേശം 6 ദിവസം കഴിയുമ്പോഴാണ് ശിഷ്യന്മാരുമായി യേശു ഈ മലമുകളിലേക്ക് വരുന്നത്. ഇന്നവിടെ ഒരു ക്രൈസ്തവ ദേവാലയമാണ്. ഇതിൻ്റെ അകത്ത് യേശു മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന പാറയുണ്ട്. അവിടെ വെച്ച് യേശു പ്രാർത്ഥിക്കുമ്പോഴാണ് രൂപാന്തരം നടക്കുന്നത്. ആ സമയത്ത് വേറൊരു കാര്യം കൂടെ സംഭവിച്ചു. മോശയും ഏലിയാവും കൂടെ ഈ സംഘത്തിൽ ജോയിൻ ചെയ്തു. യേശു മോശയോടും ഏലിയാവിനോടും കൂടെ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അവർ കാണുന്നത്. എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, യേശു ഇവിടെ വന്ന് നിൽക്കുമ്പോൾ, മോശയുടെ ജോയിൻ ചെയ്യുമ്പോൾ, പണ്ട് മോശെ കനാൻ നാട്ടിലേക്ക് ലക്ഷക്കണക്കിന് പേരുമായി വരുമ്പോൾ തനിക്ക് ഈ നാട്ടിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അനേക നൂറ്റാണ്ടുകൾക്ക് ശേഷം ദൈവപുത്രൻ ഇവിടെ വന്ന സമയത്ത് മോശയ്ക്ക് ഇവിടെ വരുവാൻ ദൈവം അനുമതി കൊടുത്തു. അതുകൂടാതെ ഏലിയാവിനും ദൈവം അനുമതി കൊടുക്കുകയാണ്. കാരണം ഏലിയാവ് മരണം കൂടാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവനാണ്. പ്രവാചകന്മാരെ എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഏലിയാവും, ന്യായപ്രമാണത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് മോശയും ചേർന്ന് ഒരുപക്ഷെ നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ കാര്യങ്ങളായിരിക്കാം അവർ ഡിസ്കസ് ചെയ്തത്. ആ ഒരു സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഞാൻ പറയട്ടെ, ഈ സ്ഥലത്ത് യേശു രൂപാന്തരപ്പെട്ടെങ്കിൽ ദിസ് ഈസ് എ പോർട്ടൽ ഓഫ് ഹെവൻ, ഐ ബിലീവ്. ഇവിടെ നിന്നും സ്വർഗത്തിലേക്കുള്ളൊരു വാതായനമുണ്ട്. യേശുവിന്റെ കാൽപാദം പതിഞ്ഞ മണ്ണിലൂടെ നടക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്ഥലങ്ങൾ കാണുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായിതാ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഒരു സുവർണാവസരം. ബ്ലെസ്സിംഗ് ടുഡേ ഹോളി ലാൻഡ് ടൂർ 2017. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിൽ ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഒരു ബൈബിൾ പഠനയാത്ര. എല്ലാ സുപ്രധാന സ്ഥലങ്ങളിൽ വച്ചും ബൈബിൾ ക്ലാസുകളും സംഗീതാരാധനയും. ബ്രദർ ഡാമിയനോടും കുടുംബത്തോടുമൊപ്പം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുള്ള അവസരം. 2017 മെയ് 8 മുതൽ 17 വരെ. നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 0484 422 101. ഇനി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവെ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ സമയത്ത് കർത്താവെ, ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന ചിലർ, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന ചിലർ, ഇപ്പോൾ അത്ഭുതകരമായി വഴികൾ തുറക്കട്ടെ. അതേ രാജ്യത്ത് തന്നെ കർത്താവെ, അത്ഭുതകരമായി അവർക്ക് ജോലി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അത്ഭുതം ചെയ്തതിനായി നന്ദി പറയുന്നു കർത്താവെ. കുട്ടികളുടെ അഡ്മിഷൻ്റെ കാര്യത്തിൽ വല്ലാതെ വേദനിക്കുന്ന ചില മാതാപിതാക്കൾ, കർത്താവെ, നീ അത്ഭുതം ചെയ്ത് നല്ല സ്ഥലങ്ങളിൽ അഡ്മിഷൻ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ സ്കൂളിൽ നിന്നോ മറ്റ് കലാലയങ്ങളിൽ നിന്നോ ലഭിച്ചിട്ടുള്ള മാതാപിതാക്കളുണ്ടെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും, ഒരുപക്ഷെ അറ്റൻഡൻസിൻ്റെ ഷോർട്ടേജ് ആകാം, മറ്റ് പല കാരണങ്ങൾ കൊണ്ടാകാം. കർത്താവ്, ഏത് പ്രശ്നമാണെങ്കിലും ഈ വർഷം ആ കുഞ്ഞ് എഴുതേണ്ട പരീക്ഷ ആ സമയത്ത് എഴുതുവാൻ അങ്ങ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള വഴികളും
വാതിലുകളും അങ്ങ് തുറന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. അതുപോലെ തന്നെ നടക്കുവാൻ ബുദ്ധിമുട്ടുള്ള ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആണി രോഗമുള്ള ചിലർ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ സൗഖ്യത്തെ കർത്താവ് കൊടുത്തതിനായി നന്ദി. വായ്ക്കകത്ത് എപ്പോഴും അൾസേഴ്സ് ഉണ്ടാകുന്ന ചില രോഗികൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ സൗഖ്യം കർത്താവെ നീ ചെയ്തതിനായി നന്ദി പറയുന്ന കർത്താവെ. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങളുടെ കുടുംബനാഥനോ കുടുംബനാഥയോ കുടുംബത്തെ ഉപേക്ഷിച്ചിട്ട് കടന്നുപോയ ചിലർ കർത്താവെ മടങ്ങി വരട്ടെ കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ അത്തരം വ്യക്തികൾ മടങ്ങി വന്ന് സന്തോഷത്തോടെ ഒരു മനസ്സോടെ വീണ്ടും ഐശ്വര്യമായി അവർ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. രോഗികളായിട്ടുള്ള പ്രിയപ്പെട്ടവർ ഈ സമയത്ത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിലുള്ള രോഗങ്ങൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. ഡൈജസ്റ്റീവ് സിസ്റ്റം, ചിലർക്ക് ദഹിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഗ്യാസ്ട്രിക് പ്രോബ്ലം തുടങ്ങിയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ചില രോഗികൾ ഈ സമയത്ത് പരിപൂർണമായിട്ടും അത്തരം രോഗികൾ സൗഖ്യമാകട്ടെ എന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്. വെരിക്കോസ് വെയിൻ ഈ സമയത്ത് സൗഖ്യമാകട്ടെ കർത്താവെ. അത്ഭുതകരമായ സൗഖ്യത്തെ പകർന്നു കഴിഞ്ഞതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ആഴ്ചയിൽ ചില പ്രത്യേക മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്കത് ഒഴിവായി പോകരുത്. ആ മീറ്റിങ്ങുകളിൽ വന്ന് സംബന്ധിക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ ആഴ്ചയിൽ അവസാനത്തെ എപ്പിസോഡായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. ഇനി അടുത്ത ആഴ്ചയിലാണ് നമുക്ക് എപ്പിസോഡിൽ. അതിന് മുൻപ് നിങ്ങൾക്ക് പരിചയമുള്ള പ്രിയപ്പെട്ടവരോട്, അല്ലെങ്കിൽ ആവശ്യത്തിലിരിക്കുന്നവരോട്, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന ആവശ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരോട് ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുക, കാണുവാനായിട്ട് ആവശ്യപ്പെടുക. അടുത്ത ആഴ്ചയിൽ ഇതേ സമയത്ത് ഇതേ ചാനലിൽ ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരേക്കും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.